Hi dear friends, my name is Shairus Litin. Today we are going to discuss about Chapter 2 Banking Part 1. Chapter 2 ബാങ്കിങ്ങിലോട്ട് കടക്കുന്നതിന് മുമ്പ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരന്നു കിടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ടാണ്. Then അതിലെ തന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് മെച്യൂരിറ്റി വാല്യൂ, ഇത് മൂന്നുമാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് മെച്യൂരിറ്റി വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് യൂസിങ് ഫോർമുലാസ്, ഡയറക്റ്റ് ഫോർമുലാസ്. സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, വളരെ കുറവ് പ്രോബ്ലംസേ ഉള്ളൂ. ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടേംസ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ടേം ബാങ്ക് അക്കൗണ്ട്. എന്താണ് ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്? ഒരു ബാങ്ക് ആ ബാങ്കിലെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്. ആ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് മണി വിഡ്രോ ചെയ്യാനും അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാങ്ക് അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. പല തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ട്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പാണ് കേൾക്കുക നിങ്ങൾ. ഫസ്റ്റ് ടൈപ്പ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി നീഡ്സിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നഷ്ടവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണി നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അതാണ് അതിന്റെ ഒരു ഗുണം. ആൻഡ് ആ ഒരു എമൗണ്ടിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ല കേട്ടോ. തേർഡ് ടേം സേവിങ് അക്കൗണ്ട്. നമ്മൾ ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയിട്ട് സേവ് ചെയ്യുന്ന മണി, ആ ഒരു എമൗണ്ട് നമ്മൾ ഒരു 6 മന്ത്സിനോ 1 ഇയറിനോ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം ബാങ്കിൽ. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത്സിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതിനെയാണ് നമ്മൾ സേവിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പല ടൈപ്പിലുള്ള സേവിങ്സ് അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടേംസ്: ബാങ്ക് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്. ഓക്കെ, ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ബാങ്കിങ് ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന അടുത്തൊരു ടേം എന്ന് പറയുന്നത് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. എന്താണ് ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്? A depositor chooses a specified amount and deposit that amount every month for a fixed period. മനസ്സിലായല്ലോ? എല്ലാ മാസം തന്നെ ആവണമെന്നില്ല. അത് ബാങ്കിന് ഓരോ സ്കീം ഉണ്ടായിരിക്കും. ഇപ്പൊ 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ അങ്ങനെ. ഓക്കെ, ഒരു നിശ്ചിത കാലയളവില് ഇത്രയും എമൗണ്ട്, ഒരു ഫിക്സഡ് എമൗണ്ട് മണി നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആൻഡ് ആ ഒരു ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണിക്ക് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു. മനസ്സിലായല്ലേ? ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അങ്ങനെയുള്ള അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മെച്യൂരിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലാസ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് P into n+1 into R divided by 2400. ഇത് ഞാൻ ഒരുമിച്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. I equal to P into n into n+1 divided by 2 into 12 into R. എപ്പോഴും R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. R എപ്പോഴും നമുക്ക് പെർസെൻറ്റേജിലാണ് തരാം. അപ്പോൾ R by 100 വരും. അപ്പൊ എങ്ങനെയാ 2400 വന്നത് മനസ്സിലായില്ലേ? 2 into 12 24, 24 into 100 2400. ആൻഡ് ന്യൂമറേറ്റർ എല്ലാം കമ്പൈൻ ചെയ്ത് എഴുതിയിരിക്കുന്നു. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല വരുന്നത്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതിയിൽ പഠിച്ചു വെക്കാം കേട്ടോ. ഇനി ഇതിൽ നമുക്കിപ്പോ P എന്താണ്, N എന്താണ്, R എന്താണ്, ഇതൊക്കെ അറിയാണല്ലോ. P എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റഡ് എവറി മന്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ മണീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? P എന്ന് പറഞ്ഞു വിളിക്കുക. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് P എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി N ഫോർ നമ്പർ ഓഫ് മന്ത്സ്, എത്ര മന്ത്സിൽ കാലയളവിലേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അത് മന്തിലാണ് പറയുന്നത്, അതുകൊണ്ടാണ് N മീൻസ് നമ്പർ ഓഫ് മന്ത്സ് ആൻഡ് R മീൻസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ക്ലിയർ ആണല്ലോ? ഇനി മെച്യൂരിറ്റി വാല്യൂ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. MV മീൻസ് മെച്യൂരിറ്റി വാല്യൂ. ദാറ്റ് മീൻസ് 1 ഇയറിനാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തുവെങ്കിൽ 1 ഇയർ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെച്യൂരിറ്റി വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിംപ്ലി നമുക്ക് P into N plus this interest
ഓക്കെ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്, അതാണ് എന്ത് മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പി ഇൻറ്റു എൻ പ്ലസ് ഇത് വരുന്നത് എന്താണ്, ഈ ഒരു പോർഷൻ വരുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇതിൽ തന്നെ ഇത് സെയിം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മാറ്റി എഴുതാട്ടോ, ഏതാണോ കംഫർട്ടബിൾ അതുപോലെ പഠിക്കാം. ഇതിലും പി ഉണ്ട്, എൻ ഉണ്ട്, ഐ ഉണ്ട്. ഐ മീൻസ് ഇൻട്രസ്റ്റ്, അതുപോലെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മന്ത്, ആൻഡ് പി എന്ന് പറയുന്നത് നമ്മൾ ഓരോ മാസം ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട്. ക്ലിയർ ആണല്ലോ? ദെൻ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1. Kiran deposited rupees 200 per month for 36 months in a bank's recurring deposit account. If the bank pays interest at the rate of 11% per annum, find the amount she gets on maturity. So ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റീഡ് ചെയ്തതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് given datas എഴുതി വെക്കാം. So here given datas ഇതൊക്കെ വരും. Deposited every month per month rupees 200. That means P എന്ന് പറയുന്നതാണ് എന്തിവിടെ 200 rupees എന്ന് വരുന്നത്. And N is equal to 36 months. If the bank pays interest at the rate of R is equal to 11%. 11% means 11 by 100. Okay. Find the amount she gets on maturity. നമുക്ക് എന്തറിയാം, ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പേ ചെയ്ത എമൗണ്ട്, ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആണ് അല്ലേ. അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആദ്യം തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്, സം ഡെപ്പോസിറ്റഡ് എവറി മന്ത് നമുക്ക് അറിയാം, ഇൻറ്റു എൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ സം ഡെപ്പോസിറ്റഡ് കിട്ടും. സോ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് അതാണ്, ടോട്ടൽ സം ഡെപ്പോസിറ്റഡ്. Okay, total sum deposited is equal to നമുക്ക് എന്ത് എഴുതാം, P into N. P into N എത്രയാ, 200 into 36. 200 into 36 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്, 7,200 rupees. Okay, ഇതാണ് നമ്മൾ ടോട്ടൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്. ഇനി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, I is equal to P into formula ഇതാട്ടോ, n into n plus 1 divided by 2 into 12 into rate of interest, അതായത് 11 by 100. Rate of interest R by 100. ഫോർമുലയിൽ R by 100. Okay. Then ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് here 200 into n means 36. 36 plus 1 divide. ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാതും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാട്ടോ, വാല്യൂസ് അപ്ലൈ ചെയ്തിടാം. അതിനുശേഷം കുറച്ച് പ്രോബ്ലംസ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്മൂത്ത് ആയിട്ട് ചെയ്തോളാം, സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ചെയ്തോളാം, നോ പ്രോബ്ലം. 11 by 100 നമുക്ക് 200 into 36 into 37 divided by 2 into 12 into 11 by 100. പോസ് ചെയ്തതിന് ശേഷം ചെയ്ത് നോക്കുക. ഒരു കാര്യം പറയട്ടെ, നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമുള്ളത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം അവിടെ. അപ്പോൾ ഇവിടെ 2ഉം 36ഉം 80 പോകും. അതുപോലെ തന്നെ 6 and here 4. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്യാൻ എളുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളിക്കാം. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക, rupees 1,221. ഓക്കെ, rupees 1,221 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇൻട്രസ്റ്റും കിട്ടി, ടോട്ടൽ സം ഡെപ്പോസിറ്റഡ് കിട്ടി. സോ നമ്മുടെ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, മെച്യൂരിറ്റി വാല്യൂ is equal to total sum deposited plus interest. Plus interest. That means 7,200 plus 1,221. രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 8,421 rupees. ക്ലിയർ ആണല്ലോ? ഡയറക്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ.
ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം തന്നെ ഗിവൺ ഡാറ്റാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമുണ്ടാവും. അതുപോലെ തന്നെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ശ്രദ്ധിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേഷൻ ചെയ്യുന്നിടത്ത് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ വാല്യൂ തന്നെ തെറ്റിപ്പോവും. അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ. Question number 2. Mohan deposited rupees 80 per month in a cumulative recurring deposit account for 6 years. Find the amount payable to him on maturity if the rate of interest is 6% per annum. So, ഒരു question ആദ്യം കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? Given datas എഴുതും അല്ലേ? So, given datas P equal to 80 rupees and n is equal to 6 years. ശ്രദ്ധിക്കുക, ഇയേഴ്സിൽ തന്നിട്ടുള്ളത് നമ്മൾ മന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 6 into 12 is equal to 72 months. And R, rate of interest is equal to 6%. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ. Then പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് ടോട്ടൽ സം ഡെപ്പോസിറ്റഡ് കണ്ടുപിടിക്കാം. ടോട്ടൽ സം ഡെപ്പോസിറ്റഡ് വളരെ എളുപ്പമാണ്. ഫോർമുല അറിയാലോ, P into N. P എത്രയാണ് വരുന്നത്? 80 into n 72 months. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 5760 rupees ആണ് നമുക്ക് കിട്ടുക. ഓക്കെ. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതാം. P into n plus 1 divided by 2 into 12 into r by 100. then ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. P എത്രയാണ്? 80 into 72 into 72 plus 1 73 divided by 2 into 12 into r 6 by 100. കട്ട് ചെയ്യാവുന്നത് കട്ട് ചെയ്തിടാട്ടോ. 12 into 6 ആണ് 72. അതുപോലെ തന്നെ 2 into 3 6 കട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് വരുന്ന വാല്യൂ 80 into 73 into 18 divided by 100. ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് 100 കൊണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് 1051.20 rupees. ഇത്രയാണ് കേട്ടോ നമുക്ക് കിട്ടാം. അപ്പോൾ ഇൻട്രസ്റ്റും കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എമൗണ്ട് പേയബിൾ ടു ഹിം ഓർ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വരാം? ടോട്ടൽ സം ഡെപ്പോസിറ്റഡ്, അതായത് P into N plus I. ഓക്കെ. P into N എത്രയാണ്? 5760 plus this amount, interest amount 1051.20. ഇപ്പൊ നമുക്ക് ടോട്ടൽ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് 6811.20 rupees. ചെയ്തു നോക്കണം കേട്ടോ. പോസ് ചെയ്തതിന് ശേഷം കാൽക്കുലേഷൻസ് എല്ലാം പോസ് ചെയ്തതിന് ശേഷം ചെയ്തു നോക്കാം കേട്ടോ. Question number 3. The maturity value of a recurring deposit account is rupees 11,364 in 4 years. If the monthly deposit is rupees 200, find the rate of interest. So given data data, maturity value 11,364 rupees and n is equal to 4 years converted to months. 4 into 12 is equal to 48 months. ഓക്കെ. ദെൻ ഇനി ആർ തന്നിട്ടുണ്ടാവില്ല, ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എന്താണോ തന്നിട്ടുള്ളത്, മെച്യൂരിറ്റി വാല്യൂ ആണ് തന്നിട്ടുള്ളത്, അതിന്റെ ഫോർമുല ഒന്ന് എഴുതാം. മെച്യൂരിറ്റി വാല്യൂ is equal to P into N plus interest അല്ലെ. അപ്പോൾ ഹിയർ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് 11,364 is equal to P. P എത്രയാണ്? P നമുക്ക് തന്നിട്ടുണ്ട്. മന്ത്ലി ഡെപ്പോസിറ്റ് 200 rupees എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് P തന്നിട്ടുള്ളത്. അപ്പോൾ P equal to 200 rupees into N. 200 into N plus I. ഐയുടെ ഫോർമുല അറിയാലോ. I എന്താണ് വരാൻ നമുക്ക്? P into N into N plus 1 divided by 2 into 12 into R by 100. Values apply ചെയ്യാം. 200 into N എത്രയാ വരുന്നത്? 48 plus P. 200 into
48 into 49 divided by 2 into 12 into r അറിയില്ല r by 100. Okay, ഇവിടെ സിംപ്ലിഫൈ ചെയ്യാവുന്നത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 200 into 48 നമുക്ക് ചെയ്യാം. 200 into 48 ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന വാല്യൂ 9600 ആണ് കേട്ടോ. 9600 rupees പ്ലസ് then ഇവിടെ കട്ട് ചെയ്യാവുന്നത് നോക്കാം നമുക്ക്. 12 4 times 48 ല് 200 100 വരും. ഓക്കെ, then ഇവിടത്തെ 100ഉം ഈ 100ഉം കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്നത് 4 into 49. നമുക്ക് 4 into 49 ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 196 ആണ് കേട്ടോ. 196 കൂടെ ആരുണ്ട്? rate of interest. Then 11,364 എവിടെ എഴുതണം? ഇനി എന്ത് ചെയ്യാം? 196 r equal to 11,364 minus 9,600. Okay, then അത് എത്ര വരും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,764 ആണ് കേട്ടോ. മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി ഹിയർ r is equal to എത്ര വരും? 1764 divided by 196. ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ r എപ്പോഴും നമ്മൾ പെർസെൻറ്റേജിലാണ് കണ്ടുപിടിക്കാറല്ലേ. അപ്പോൾ നമുക്ക് എത്ര വരും? ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 9 ആണ് കേട്ടോ കിട്ടുന്നത്. 9%. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ പ്രോബ്ലംസ്. ഇതിൽ MB നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് ആ തന്നിട്ടുള്ള ഫോർമുല അങ്ങോട്ട് എഴുതാം. എന്നിട്ട് ആ ഫോർമുലയിൽ ആരാണോ നമുക്ക് മിസ്സിങ് ആളെ അറിയാൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടാവുക. അപ്പോൾ എല്ലാവരെയും ബാക്കി എല്ലാത്തിനെയും ഈക്വൽ ടു അപ്പുറത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെ 6 ആയിരുന്നു, 6നെ മാത്രം അവിടെ നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. കൺസെപ്റ്റ് സെയിം തന്നെയാണ്. മുന്നേ ഇങ്ങനെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഫോർമുലയിൽ മിസ്സിംഗ് ആയിട്ടുള്ളവരെ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ള മെത്തേഡ് അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. Question number 4. Monica had a RD account in the Union Bank of India and deposited ₹600 per month. If the maturity value of this account was ₹24,930 and the rate of interest was 10% per annum, find the time in years for which the account was held. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ given datas എഴുതാം. given datas P is equal to 600 rupees and maturity value is equal to 24,930 rupees. R is equal to 10%. Okay. n തന്നിട്ടുണ്ടോ? n unknown ആണ്, നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ മെച്യൂരിറ്റി വാല്യൂ ആണ് തന്നിട്ടുള്ളത്. മെച്യൂരിറ്റി വാല്യൂവിൽ നമുക്ക് മെച്യൂരിറ്റി വാല്യൂന്റെ ഫോർമുല എഴുതാം. മെച്യൂരിറ്റി വാല്യൂ is equal to P into n. Total sum deposited plus interest. Interest in the formula എന്താണ്? P into n into n plus 1 n into n plus 1 divided by 2 into 12 into 2 into 12 into r by 100. Okay. ഇനി ഈ വാല്യൂ ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് എല്ലാം അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ 24,930 ആണ് മെച്യൂരിറ്റി വാല്യൂ വരുന്നത്. P 600 n എന്ന് വരും. പ്ലസ് n അറിയില്ല, അപ്പം n തന്നെ ഇട്ട് കൊടുക്കുക. 600 into n എത്രയാണ് അറിയില്ല. n into n plus 1 divided by 2 into 12 into r വരുന്നത് 10%. So 10/100. ഓക്കെ. Then ഇനി കട്ട് ചെയ്യാവുന്നത് കട്ട് ചെയ്ത് കളയാം. ഇവിടെ നമുക്ക് 12ഉം 6ലെ പോലോ. അപ്പോൾ 100 times ഇവിടെ 2 times and this 2 this 5 here 100 and this 100 കട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ. അപ്പോൾ നമുക്ക് വരുന്നത് 600n plus 5n into n plus 1 divided by 2. then ഇതിനെ ഒന്ന് ക്രോസ് ചെയ്യാം. നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 600n into 2 ചെയ്യുമ്പോൾ 1200 വരും. നമുക്ക് 1200n പ്ലസ് 5n ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. 5n into n എത്ര വരാം? 5n സ്ക്വയർ പ്ലസ് 5n divided by 2.
അടുത്ത സ്റ്റെപ്പിൽ ഈ 2നെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതാണ്. അപ്പോൾ 24,930 into 2 is equal to 1200n plus 5n square plus 5n. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലേക്കാണ് വരുന്നത്. 24,930 into 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന വാല്യൂ 49,860 rupees ആണ്. This is equal to നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. 5n square plus 5n plus 1200n. Okay, and this all terms divided by 5. കോമൺ ആണ്, 5 എല്ലാത്തിലും കോമൺ ആണ്. അപ്പോൾ 5 നമുക്ക് കട്ട് ചെയ്യാം. 5 കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ടേംസ് കുറച്ചും കൂടി ചെറുതായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് വരുന്നത് ഫൈനൽ ആൻസറിൽ നമുക്ക് വരാം n square plus n plus 1200 n divided by 5 വരും. നമുക്ക് 1200 by 5 240 ആണ് കേട്ടോ വരാം. 240n plus n 241n n square plus 241n minus 49,860 by 5 ചെയ്ത് നോക്കാം. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 9,972 ആണ്. ഓക്കെ, ഇതിനെ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് ആക്കുക. അതായത് n square plus 241n minus 9,972 is equal to 0. ഇനി ഇത് സോൾവ് ചെയ്യാനായിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും. ഇപ്പം നമ്മൾ എന്തായാലും ഈ 241n ഉണ്ടല്ലോ സ്പ്ലിറ്റ് ചെയ്യാം. 241n സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ n square plus 277n minus 36n എന്ന് എഴുതാൻ പറ്റും നമുക്ക്. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിക്കോളാം. പ്ലസ് 277n minus 36n എന്ന് പറയുന്നത് പ്ലസ് 241n ആണ് കേട്ടോ. മൈനസ് 9972 ഈക്വൽ ടു 0. എന്നിട്ട് ഇതിൽ നോക്കുമ്പോൾ n ഫസ്റ്റത്തെ ഇതിൽ നിന്ന് നമുക്ക് n പുറത്തേക്ക് എടുക്കാം അല്ലേ. n പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ വരാ, n പ്ലസ് 277 വരും. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് പുറത്തേക്ക് എടുക്കാം, മൈനസ് 36 പുറത്തേക്ക് എടുക്കാം. മൈനസ് 36 പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് വരും, n പ്ലസ് 277 ഈക്വൽ ടു 0. അപ്പോൾ രണ്ട് ടേമിലും n പ്ലസ് 277 കോമൺ ആണല്ലേ. അപ്പോൾ n പ്ലസ് 277 കോമൺ ആണ്, പുറത്തേക്ക് എടുത്തു. പിന്നെ എന്ത് വരും നമുക്ക്, n മൈനസ് 36 ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ n-ന്റെ വാല്യൂ നമുക്ക് എന്തൊക്കെ വരും, n is equal to n equal to, അതായത് 0 പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് n പ്ലസ് 277 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ n-ന്റെ വാല്യൂ മൈനസ് 277 വരും. ഓർ n മൈനസ് 36 is equal to 0 എന്ന് കൊടുക്കുമ്പോൾ n-ന്റെ വാല്യൂ നമുക്ക് എന്ത് വരും, 36 വരും. ക്ലിയർ ആണല്ലോ. ഹിയർ n മൈനസ് 277 നമുക്ക് നമ്പർ ഓഫ് മന്ത്സ് ആണ് വേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് മന്ത്സ് ഒരിക്കലും നമുക്ക് നെഗറ്റീവ് വരില്ല അല്ലേ. അപ്പോൾ ഈ ഒരു വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല, മൈനസ് 277 എന്നുള്ളത് എടുക്കാൻ പറ്റില്ല. പകരം നമുക്ക് പോസിറ്റീവ് വാല്യൂ എടുക്കാം, അതായത് n ഈക്വൽ ടു 36 എന്നുള്ളത് എടുക്കാൻ പറ്റും. ആൻഡ് 36 മന്ത്സ് ആണ് നമുക്കിവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 36 മന്ത്സിലല്ല നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, find the time in years, ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് in years എന്നുള്ളത്. അപ്പോൾ ഇയേഴ്സിൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും, എളുപ്പമാണ്. എന്താ ചെയ്യേണ്ടത്, n ഈക്വൽ ടു 36 മന്ത്സ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 36 ഡിവൈഡഡ് ബൈ 12 36 by 12 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും, 3 years. ക്ലിയർ ആണല്ലോ. ഒരു വർഷത്തിൽ 12 മന്ത്സ് ആണ്. അപ്പോൾ മന്ത്സിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇയേഴ്സിലായിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ 3 years ആണ് കേട്ടോ നമ്മുടെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5.
Mohit started paying rupees 800 per month in a 6-year recurring deposit. After 2 years, he started one more RD account in which he deposited rupees 1500 per month. If the bank pays 10% per annum simple interest in both the deposits, find at the end of 6 years which RD will give more money and by how much. Question clear ആയിട്ടുണ്ടാവല്ലോ. ആദ്യം തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ given data എഴുതാം. ഇവിടെ given data എഴുതുന്ന സമയത്ത് രണ്ട് RD ആണ് നമുക്കുള്ളത്. അപ്പോൾ RD1 and RD2 സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. RD1 നമുക്ക് വരുന്ന P എന്ന് പറയുന്നത് 800 rupees ആയിരുന്നു. RD2 P is equal to 1500 rupees ആണ്. And rate of interest both common എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. Both deposits നമുക്ക് 10% ആണ് rate of interest വരുന്നത്. Is equal to 10%. And n different ആണ് രണ്ടിടത്തും. കാരണം ആദ്യത്തെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അക്കൗണ്ടിൽ നമ്മൾ n equal to 6 years തന്നെ ഇടാം നമുക്ക്. 6 years is equal to 6 into 12 is equal to 72 months. പക്ഷേ രണ്ടാമത്തേത് ആഫ്റ്റർ 2 years ആയതുകൊണ്ട് 6 minus 2 ചെയ്യണം. അപ്പം നമുക്ക് 4 years ആണ് വരാം. 4 years ആവുമ്പോൾ 4 into 12 is equal to 48 months. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് മെച്യൂരിറ്റി വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത് ആഫ്റ്റർ 6 years. So maturity value formula എന്താണ്? രണ്ടിനും കൂടി കോമൺ ആയിട്ട് എഴുതാം. P into n plus P into n into n plus 1 divided by 2 into 12 into R by 100. First case MB1 എന്ന് എഴുതിയിട്ട് ചെയ്യാം. 800 into 72 plus 800 into n എത്രയാണ്? 72 into 73 divided by 2 into 12 into 10 by 100. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ ഇവിടെ ചെയ്യാവുന്നത് മാക്സിമം കാൽക്കുലേഷൻസ്, അതായത് കട്ട് ചെയ്യാവുന്ന എല്ലാം കട്ട് ചെയ്തിടാം. അതിനുശേഷം സോൾവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് 57,800 into 72 ചെയ്യുന്ന സമയത്ത് 57,600 rupees ആണ് നമുക്ക് വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ 400 4 and this 4 and 12 3 and 72 24 ലകട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന വാല്യൂസ് 24 into 73 into 10 ആണ് കേട്ടോ. അപ്പോൾ 57,600 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 17,520 rupees. രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 75,120 rupees വരും. അപ്പോൾ ഫസ്റ്റ് RDയുടെ മെച്യൂരിറ്റി വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി MB2 സെക്കൻഡ് RDയുടെ മെച്യൂരിറ്റി വാല്യൂ ഇവിടെ നമുക്ക് 1500 ആണ് വരുന്നത്. 1500 into 48 plus 1500 into 48 into 49 divided by 2 into 12 into 10 by 100. Okay, അപ്പോൾ നമുക്ക് MB2 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1500 into 48 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 72,000 ആണ് കേട്ടോ. 72,000 പ്ലസ് ഇവിടെ കട്ട് ചെയ്യുക. ആദ്യം 100 കൊണ്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ 15 വരും. ആൻഡ് 3 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 5, ഇവിടെ 12 4 ആൻഡ് 2 48 24 ആൻഡ് 4 24 6 ആവും. സോ നമുക്ക് 5 into 6 into 49 into 10 ഓക്കെ ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 14,700. ഓക്കെ,
then ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 86,700 rupees ആണ് വരുന്നത് MB2 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ MB1ഉം MB2ഉം കിട്ടി. അപ്പൊ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഏതിനാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്? കൂടുതൽ മെച്യൂരിറ്റി വാല്യൂ നമുക്ക് കൂടുതൽ കിട്ടുന്നത് സെക്കൻഡ് RDക്കാണ് അല്ലേ? ഇനി എത്ര കൂടുതൽ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് RD വിൽ പേ മോർ. എത്ര പേ ചെയ്തു? മോർ. നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? MB2 മൈനസ് MB1 എത്ര വരും? 86,700 മൈനസ് 75,120 rupees. ഇതാണ് മൈനസ് ചെയ്യേണ്ടത്. പോസ് ചെയ്തതിന് ശേഷം മൈനസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 11,580 ഓക്കെ 580 rupees ആണ് വരുന്നത് കേട്ടോ. ഇത്രയും rupees കൂടുതൽ സെക്കൻഡ് RDയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 11,580 rupees. സോ നമ്മൾ എങ്ങനെ സ്റ്റേറ്റ്മെന്റ് എഴുതണം? സെക്കൻഡ് RD will pay more by rupees 11,580. കിട്ടിയല്ലോ? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി, അതിപ്പോ ഇതുപോലെ തന്നെ എഴുതണമെന്നൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി അവസാനം എഴുതാൻ പറ്റിയാൽ നല്ലതാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസുമായിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ബൈ.